political arena down south. Ahead of the polls, Kerala politics is heating up. Days after Kerala Chief Minister Pinarayi Vijayan came at the Karnataka Chief Minister over the bulldozer action, it's CPIM leader A.K. Balan who has now stirred a new controversy, claiming that if the UDF comes to power, the Home Department could be handed to Jamaat, warning of Marad-type riots. Now, he's also asserted that BJP would quickly dismantle the UDF with possible support from the Muslim League and the RSS, and the remarks, as expected, has irked the Congress at this point, which has hit back, saying Balan's statement mirrors hardline Sangh strategies seen in Gujarat elections and aimed at only creating communal divisions. So this is where the Kerala politics has heated up. Let's quickly take a look at the reactions that's come in. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹാമാക്കും. അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരുമാറാടും രണ്ടാമാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. CPM നേതാവ് ശ്രീ A.K. ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നതാണ്. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി 2 സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ A.K. ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് A.K. ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്.